ഹായ് എവരിവൺ, ഈസി കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിനി പ്രോബ്ലം പാർട്സിലേക്ക് കടക്കാം. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ എടുത്തിട്ട് ഇല്ലസ്ട്രേഷൻ 5.2.2 നോക്കുക. ഞാൻ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാമേ. ഭാരത് കമ്പനി ഹാസ് ഇസ് എ ഹെഡ് ഓഫീസ് അറ്റ് ഡൽഹി ആൻഡ് ബ്രാഞ്ച് അറ്റ് കാൺപൂർ. ഹെഡ് ഓഫീസായ ഭാരത് കമ്പനി ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവരുടെ ബ്രാഞ്ച് എവിടെ തുടങ്ങിയിട്ടുണ്ട്? കാൺപൂരിൽ തുടങ്ങിയിട്ടുണ്ട്. ദിസ് ബ്രാഞ്ച് സെയിൽസ് ഫോർ ക്യാഷ് ആസ് വെൽ ആസ് ക്രെഡിറ്റ്. ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാൻഡിലേക്ക് സാധനങ്ങൾ എത്തിയതിനു ശേഷം അവരെന്ത് ചെയ്യണത്? ആ സാധനങ്ങൾ സെയിൽ ചെയ്യാൻ പോവാണ്. സെയിൽ ചെയ്യുമ്പോൾ അവർക്ക് രണ്ട് ഓപ്ഷൻസ് പറയുന്നുണ്ട്. ഒന്ന് ക്യാഷിന് വിൽക്കാം, മറ്റൊന്ന് കടത്തിനും വിൽക്കാം. With the help of the following transactions which took place between head office and the branch office in the year 2020. 2020 വർഷത്തിൽ ഹെഡ് ഓഫീസിന്റെയും ബ്രാഞ്ച് ഓഫീസും തമ്മിലുള്ള ട്രാൻസാക്ഷന്റെ സഹായത്തോടു കൂടി പ്രിപ്പയർ ബ്രാഞ്ച് അക്കൗണ്ട് ആൻഡ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഇൻ ദി ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ ബ്രാഞ്ച് അക്കൗണ്ടും ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് ആ ഐറ്റംസ് ഏതൊക്കെ നമുക്ക് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട്, ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഓപ്പണിംഗ് ബാലൻസ് പെറ്റി ക്യാഷ് പറഞ്ഞിട്ടുണ്ട്, ഗുഡ്സ് സപ്ലൈഡ് ടു ബ്രാഞ്ച്. സപ്ലൈഡ് മീൻസ് എന്താണ്? സെൻഡ് ടു ബ്രാഞ്ചിനർത്ഥം അല്ലെ. ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് സാധനങ്ങൾ അയച്ചിട്ടുണ്ട്. സപ്ലൈഡ് മീൻസ് എന്താണ്? സെൻഡ് എന്ന് പറയും. പിന്നെ ക്രെഡിറ്റ് സൈഡ് ഉണ്ട്, ക്യാഷ് സൈഡ് ഉണ്ട്, ക്യാഷ് റിസീവ് ഫ്രം ഡെപ്റ്റേഴ്സ് ഉണ്ട്, ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസ്. അതായത് ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാഞ്ചിലേക്ക് എക്സ്പെൻസ് സെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ക്യാഷ് ആയിട്ടാണ് ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. ഗുഡ്സ് റിട്ടേൺഡ് ബൈ ദി ബ്രാഞ്ച്. നമ്മൾ നോക്കി കണ്ടോ, ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് സാധനങ്ങൾ അയച്ചിട്ടില്ലേ? എത്ര രൂപയ്ക്ക്? 3,50,000 രൂപ അല്ലെ. ആ സാധനങ്ങൾ അയച്ചതിന് ശേഷം അവരുടെ അടുത്ത് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. എത്ര രൂപ? 5,000 രൂപ. അപ്പൊ അത് ഇങ്ങോട്ട് വരുവാണ്. മനസ്സിലായല്ലോ? അപ്പൊ ആദ്യം പറഞ്ഞിട്ടാണ് ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് സാധനങ്ങൾ സെൻഡ് ചെയ്യുന്നു. എത്ര രൂപയ്ക്ക്? 3,50,000 രൂപ. അവിടുന്ന് 5,000 തരും റിട്ടേൺ ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് വൺ, ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുക? സാധനങ്ങൾ തിരിച്ചയക്കുന്നു. നമ്മുടെ കസ്റ്റമേഴ്സിനാണല്ലോ സാധനങ്ങൾ സെയിൽ ചെയ്യുന്നത്. ചിലപ്പോൾ അവർക്ക് അത് വേണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡാമേജ് വരുമ്പോൾ തിരിച്ചയക്കല്ലോ. അപ്പൊ അത് ഇങ്ങോട്ട് വരുവാണ്. അപ്പൊ അതിന്റെ പേരാണ് റിട്ടേൺ ഇൻവേർട്സ് അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺ. കണ്ടോ? ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് സെയിൽസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഇൻവേർട്സ് ആയിരിക്കും. പിന്നെ പറയുന്നത് അലൗഡ് ഡിസ്കൗണ്ട് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് അനുവദിച്ചിട്ടുണ്ട്. പിന്നെ ബാഡ് ഡെപ്റ്റ്സ്. അപ്പൊ ഇത്രയും ഐറ്റംസ് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രാഞ്ച് അക്കൗണ്ടും ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും വരയ്ക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യം ചെയ്യണം, ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കണം. ഓക്കെ. ഒരു കാര്യം പറയാൻ പറ്റേ, നിങ്ങൾ ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പാടില്ല, അതായത് ബാലൻസ് ചെയ്യാൻ പാടില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ക്വസ്റ്റിനകത്ത് എന്തും കൂടെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ അക്കൗണ്ടിൽ ഐറ്റംസ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അവിടെ ബാലൻസ് ചെയ്യും. ആ ബാലൻസിന് എമൗണ്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് അക്കൗണ്ടിലേക്ക് മാറ്റണം. എങ്കിൽ മാത്രമേ ഈ അക്കൗണ്ട് ക്ലോസ് ആവത്തുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഒന്നാമത്തെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിന് പകരം രണ്ടാമത്തെ അക്കൗണ്ട് വേണം ആദ്യം ക്ലോസ് ചെയ്യാൻ. അതിന് ശേഷമേ നിങ്ങൾ എന്ത് ചെയ്യാവും? ഒന്നാമത്തെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യാം, ഒന്നാമത്തെ അക്കൗണ്ട് വരച്ചിട്ടേക്കാം. അതിൽ ഐറ്റംസ് കംപ്ലീറ്റ് ചെയ്യണ്ട, അതിൽ വരുന്ന ഐറ്റംസ് ഒക്കെ എഴുതിയിട്ട് അവിടെ ക്ലോസ് ആവാതിരുന്നാൽ മതി. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഓപ്പണിംഗ് മീൻസ് പറഞ്ഞിട്ടാണ് ബാലൻസ് BD ആണ്, സ്റ്റോക്ക് അല്ലേ. അപ്പൊ അതെന്താണ്? ബ്രാഞ്ച് സ്റ്റോക്ക് ആണ് അല്ലെ. അപ്പൊ നോക്കി, നിങ്ങൾ ആദ്യം അക്കൗണ്ട് വരയ്ക്കുക. അക്കൗണ്ട് വരയ്ക്കുമ്പോൾ എത്ര കോളം വരയ്ക്കണം? 4 കോളംസ് വരയ്ക്കണം അല്ലെ. ഡെബിറ്റ് സെല്ല് 2 കോളം, ക്രെഡിറ്റ് സെല്ല് 2 കോളം. ഡെബിറ്റ് ഷോർട്ട് ഫോം എന്താണ്? DR-ഉം ക്രെഡിറ്റ് ഷോർട്ട് ഫോം എന്താണ്? CR-ഉം ആണ്. ഓക്കെ അല്ലേ. പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. അപ്പൊ നമ്മുടെ ഡെബിറ്റ് സെല്ല് ആദ്യത്തെ ഫസ്റ്റ് എന്താണ്? ടു ബാലൻസ് BD അല്ലെ. അപ്പൊ അവിടെ ആരെ മെൻഷൻ ചെയ്യുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്ക് മീൻസ് പറഞ്ഞിട്ടാണ് ബ്രാഞ്ച് സ്റ്റോക്ക്. അത് ഞാൻ ഇന്നർ കോളത്തിൽ കാണിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തിനായിരിക്കും ഇന്നർ കോളത്തിൽ കാണിക്കുന്നത്? ബാക്കി ഐറ്റംസ് കൂടെ വരുന്നുണ്ടാവും ഓപ്പണിങ്ങിന്. അതുകൊണ്ട് നമ്മൾ ഇന്നർ കോളത്തിൽ. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 1 lakh നേരെ ഔട്ടറിൽ എഴുതായിരുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് ബ്രാഞ്ച് സ്റ്റോക്ക് എത്ര രൂപയാണ്? 1,00,000 രൂപ. ഓക്കെ അല്ലേ. ഇനി ഓപ്പണിംഗ് ആയിട്ടുള്ള വേറെ ഐറ്റംസ് എന്തൊക്കെ വരും? ഡെപ്റ്റേഴ്സ് ഉണ്ട്, പെറ്റി ക്യാഷ് ഉണ്ട്. അപ്പൊ അത് നോക്കണം. നോക്കി, ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് എത്ര രൂപ? 50,000 രൂപ. ഓപ്പണിംഗ് ബാലൻസ് പെറ്റി ക്യാഷ്. കണ്ടോ? അപ്പൊ ഓപ്പണിംഗ് വരുന്നെല്ലാം എവിടെ കാണിക്കണം? ബാലൻസ് BD-ക്കകത്ത് കാണിക്കണം. ഓക്കെ അല്ലേ. അപ്പൊ അതിന്റെ ഇവിടെ എത്രയാണ്? 300 രൂപ. ഓക്കെ അല്ലേ. അപ്പൊ ഇവിടെ നോക്കി, ഒരു ബാലൻസ് BD ആയിട്ട് ബ്രാഞ്ച് സ്റ്റോക്ക് 1,00,000, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് 50,000, ബ്രാഞ്ച് പെറ്റി ക്യാഷ് 300 രൂപ.
അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇതിൽ ഔട്ടറിൽ 1,50,300 കാണിക്കുന്നത്. അപ്പോൾ ഇത്ര മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ബാലൻസ് ബി ഡി കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ. രണ്ടാമത്തെ എന്താണ്? 2 ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. എത്ര രൂപ? 3,50,000 രൂപ. അത് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട്. താണ്ടെ ഗുഡ്സ് സപ്ലൈഡ് ടു ബ്രാഞ്ച് എത്ര രൂപ? 3,50,000. അപ്പോൾ നമ്മളത് ഡെബിറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. കണ്ടല്ലോ? ഓക്കെ. നെക്സ്റ്റ് വൺ 2 ക്യാഷ്. അത് ബ്രാക്കറ്റ് എക്സ്പെൻസിന് എഴുതി. എത്ര രൂപ? 20,000 രൂപ അല്ലേ? അപ്പോൾ അവിടെ ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട്. എന്താണ് എന്താ പറഞ്ഞിരിക്കുന്നത്? നോക്കി. ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസസ് 20,000 രൂപ. ആ വാല്യൂവാണ് നമ്മൾ ഇതിൽ ക്യാഷ് പറഞ്ഞ് എക്സ്പെൻസ് എത്ര രൂപ? 20,000 കാണിച്ചിരിക്കുന്നത്. കണ്ടല്ലോ? അപ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡിൽ ഇത്ര ഐറ്റംസേ ഉള്ളൂ. ഇനി ക്രെഡിറ്റ് സൈഡ് നോക്കിയേ. ബൈ ക്യാഷ് കണ്ടോ? ബൈ ക്യാഷ് എന്ന് പറയുമ്പോൾ എന്താണ്? താണ്ടെ ക്യാഷ് സെയിൽ വന്നിട്ടുണ്ടോ? കണ്ടോ? പിന്നെ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ഉണ്ടോ? അത് നമ്മൾ രണ്ടായിട്ട് എഴുതിയിരിക്കുകയാണ്. കണ്ടല്ലോ? അപ്പോൾ നോക്കി. ബൈ ക്യാഷിനായിട്ട് അതിൻ്റെ പ്രാഗിൽ ക്യാഷ് സെയിൽ എത്ര രൂപ? 2,00,000 രൂപ. പിന്നെ ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, അതായത് കസ്റ്റമേഴ്സ് നമുക്ക് എന്ത് കിട്ടി? ക്യാഷ് കിട്ടിനെ. അപ്പോൾ അവിടെ ബൈ ക്യാഷിനായിട്ട് ക്യാഷ് റിസീവ് കാണിക്കണം. എത്ര രൂപ? 1,00,000 രൂപ. ഇത് നിങ്ങളുടെ ഫോർമാറ്റിനകത്തുണ്ട്. അപ്പോൾ ആ ഫോർമാറ്റ് നല്ലപോലെ മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമേ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കേട്ടോ? വളരെ സിമ്പിളാണ്, ഒരു പാടുമില്ല. ഓക്കെ. ഇനി അടുത്തതാണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അതിൻ്റെ ബ്രാക്കറ്റ് റിട്ടേൺ എഴുതിയിട്ടുണ്ട് അല്ലേ? നോക്കിയത് അത് ലാസ്റ്റ് കിടന്നോ? ഗുഡ്സ് റിട്ടേൺ ബൈ ദി ബ്രാഞ്ച് കണ്ടോ? 5,000 രൂപ. നമ്മൾ ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ ഡെബിറ്റ് കാണിച്ചു, റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് കാണിക്കണം. കണ്ടോ? അപ്പോൾ ഈ പേര് തന്നെയാണ് അവിടെ എഴുതുന്നത് കേട്ടോ. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിനായിട്ട് അതിൻ്റെ ബ്രാക്കറ്റിനാണ് റിട്ടേൺ എഴുതണം. എത്ര രൂപ? 5,000 രൂപ. കണ്ടല്ലോ? ഓക്കെ. ഇനി എൻ്റെ താഴത്താണ് ബൈ ബാലൻസ് സെയിലി അല്ലേ? അപ്പോൾ ക്ലോസിങ് ആര് മാത്രമേ ഉണ്ടായിരുന്നേ? സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രാഞ്ച് സ്റ്റോക്കിനായിട്ട് 60,000 കാണിക്കണം. കണ്ടല്ലോ? ഓക്കെ. ഇനി അടുത്ത ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ്. ഇവിടെ ഞാൻ റെഡ് അടിച്ചിരിക്കേണ്ട കാരണം അറിയാമോ? നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടാണ്. ഓക്കെ. ഇത് നമ്മൾ കണ്ടുപിടിക്കണം. ഈ വാല്യൂ കണ്ടുപിടിക്കണം. അതെവിടെ കണ്ടുപിടിക്കും? രണ്ടാമത്തെ അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞില്ലേ? അപ്പോൾ ആ അക്കൗണ്ട് നിങ്ങൾ വരയ്ക്കണം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ പെട്ടെന്ന് ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ക്ലോസ് ആയെങ്കിൽ മാത്രമേ ഇവിടുത്തെ എമൗണ്ട് എന്ത് ചെയ്യും? അങ്ങോട്ടേക്ക് മാറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ അക്കൗണ്ട് വരച്ച്. രണ്ടാമത്തെ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ 4 കോളംസ് വരയ്ക്കണം. ഹെഡിങ് എന്താണ്? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ഡെബിറ്റ്സിൽ 2 കോളം, ക്രെഡിറ്റ്സിൽ 2 കോളം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഫോർമാറ്റ് ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. ഓക്കെ. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിന്റെ ഫോർമാറ്റ് ഓക്കെ. ഫസ്റ്റ് ആയിട്ട് എന്താണ്? 2 ബാലൻസ് ബി ഡി അല്ലേ? അപ്പോൾ 2 ബാലൻസ് ബി ഡി എന്ന് പറയുമ്പോൾ ഏതാ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ തൊട്ട് മുന്നേ വെച്ച അക്കൗണ്ട് ഉണ്ടോ? കാൺപൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഉണ്ടോ? അവിടെ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് ഉണ്ടോ? 50,000 രൂപ. 2 ബാലൻസ് ബി ഡി 50,000. ഈ 50,000 എവിടെ ഇരിക്കുന്നത്? 2 ബാലൻസ് ബി ഡി പറഞ്ഞ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടല്ലോ? ഓക്കെ. ഇനി അടുത്തായിട്ട് എന്താണ്? 2 ക്രെഡിറ്റ് സെയിൽ. അത് നിങ്ങളുടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞോട്ടെ. എത്രയാണ് ക്രെഡിറ്റ് സെയിൽ എമൗണ്ട്? 2,00,000 രൂപ അല്ലേ? ആ 2,00,000 ഇവിടെ കാണിക്കുന്നത്. സോറി, 2,00,000 3,00,000 രൂപ. അപ്പോൾ 2 ക്രെഡിറ്റ് സെയിൽ 3,00,000 കാണിച്ചിട്ടുണ്ട്. കണ്ടല്ലോ? ഓക്കെ. ഇതാണ്ടോ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ്. ഈ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് ആ എമൗണ്ടിനാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ 2 ഐറ്റം മാത്രമേ ഉള്ളൂ. കണ്ടോ? ഇനി ക്രെഡിറ്റിൽ എന്തൊക്കെ വരും പറഞ്ഞു? എന്തൊക്കെ ഫോർമാറ്റ് വരും പറഞ്ഞു? ബൈ ക്യാഷ് എത്ര രൂപ? റിസീവർ കളിക്കുന്നത്. അപ്പോൾ നോക്കിയിട്ടാണ്ട് ക്യാഷ് റിസീവർ ഫ്രം ഡെപ്റ്റേഴ്സ് എത്രയാണ്? 1,00,000 രൂപ. കണ്ടോ? ആ 1,00,000 ഇവിടെ കാണിക്കുന്നത്. കണ്ടോ? പിന്നെ എന്താണ്? റിട്ടേൺ ഇൻവോയ്സ് എത്ര രൂപ? 30,000. പിന്നെ ഡിസ്കൗണ്ട് എത്ര രൂപ? 5,000 രൂപ. ബാലൻസ് എത്രയാണ്? 15,000 രൂപ. കണ്ടല്ലോ? അപ്പോൾ ഇത്ര ഐറ്റംസേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫോർമാറ്റിനകത്ത് എല്ലാ ഐറ്റംസ് വന്നിട്ടില്ല അല്ലേ? ഇപ്പോൾ ബിൽസ് റിസീവറും ഇല്ല, ബിൽസ് റിസീവർ ഡിസ്കൗണ്ടറും ഇല്ല. അപ്പോൾ ഈ 2 ഐറ്റം വരുന്നില്ല. അപ്പോൾ ഉള്ളവരെ വെച്ച് എന്ത് ചെയ്യണം? ആ അക്കൗണ്ടിനകത്ത് പറിച്ച് ക്ലോസ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ബാലൻസ് വേരി ഉണ്ടായിരുന്നു, ക്രെഡിറ്റ് സെയിൽ ഉണ്ടായിരുന്നു, ഡെപ്റ്റേഴ്സിൻ്റെ വേരി ക്യാഷ് കിട്ടി, റിട്ടേൺ ഇൻവോയ്സ് ഉണ്ടായിരുന്നു, അലവൻസ് ഉണ്ടായിരുന്നു, പിന്നെന്തുണ്ടായിരുന്നു? ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു, പിന്നെ ബാലൻസ് ഉണ്ടായിരുന്നു. ഇത്ര ഐറ്റംസ് ആക്കും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഡിഫറൻസ് എന്ത് വരണം? ബാലൻസ് സി ഡി വരണം അല്ലേ? അപ്പോൾ അതെന്തോ ക്ലോസിങ് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് എന്ന് പറയും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്യും. അപ്പോൾ ഈ സൈഡ് കൂട്ടുമ്പോൾ എത്ര വരും? 3,50,000 വരും. ഈ സൈഡിൽ അവിടെ കൂട്ടുമ്പോൾ എത്ര വരും? 1,50,000 വരും. അപ്പോൾ ഇതിലേറെ ബിഗ്ഗസ്റ്റ് നമ്പർ 3,50,000. അപ്പോൾ 3,50,000 എന്ത് ചെയ്യണം? 2 സൈഡിൽ ഒരുപോലെ കാണിക്കുക. ഓക്കെ അല്ലേ? ഡിഫറൻസ് എത്ര വരും? 2,00,000 വരും അല്ലേ? ആ 2,00,000 ചെയ്യണം ഈ സൈഡല്ലേ പറഞ്ഞത്. അപ്പോൾ ആ സൈഡ് 2,00,000 ആയിട്ട് അവിടെ എന്ത് ചെയ്യണം? ബൈ ബാലൻസ് സി ഡി ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ ബാലൻസ് സി ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിന്റെ ബാലൻസ് സി ഡി എന്ന് പറഞ്ഞിട്ടാണ് ക്ലോസിംഗ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ക്ലോസിങ് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് കിട്ടി.
അല്ലേ? അപ്പോൾ നിങ്ങളുടെ ബ്രാഞ്ച് അക്കൗണ്ട് ഫോർമാറ്റിനകത്ത് ക്ലോസിംഗിന് എന്തൊക്കെ വരാം? ബ്രാഞ്ച് സ്റ്റോക്ക് വരാം, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് വരാം, ബ്രാഞ്ച് പെറ്റി ക്യാഷ് വരാം, ബ്രാഞ്ച് അതർ അസറ്റ് വരാം. ഇപ്പം നമുക്ക് വന്നെന്താണ്? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അല്ലേ? അപ്പം ഈ 2 ലക്ഷം നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രാഞ്ച് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ഷീറ്റ് കൂടത്തി കാണിക്കണം. ഈ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ബാലൻസ് ഷീറ്റ്. ആ 2 ലക്ഷം നിങ്ങൾ ചെയ്യണം ഇവിടെ കാണിക്കണം. കണ്ടോ? അപ്പം ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം കാണിക്കണം. രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 2,60,000. ആ ഫിഗറാണ് ഔട്ടറിൽ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഈ സൈഡ് കൂട്ടുമ്പോൾ എത്ര വരും? 5,20,300 വരും. ഈ സൈഡ് കൂട്ടുമ്പോൾ എത്ര വരും? 5,65,000 വരും. അപ്പോൾ അതിലേറെ ബിഗ്ഗസ്റ്റ് നമ്പർ ഇതല്ലേ? ആ 5,60,000 2 സൈഡ് ഒരുപോലെ കാണിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? രണ്ടിൻ്റെ ഡിഫറൻസ് ചെയ്യണം. അപ്പോൾ എത്ര വരും? 44,700 വരും. അത് ഏത് സൈഡാണ് കുറഞ്ഞത്? ഈ സൈഡല്ലേ കുറഞ്ഞത്. അപ്പോൾ ആ സൈഡ് കുറയുമ്പോൾ 44,700 വേണം. അപ്പോൾ ഡിഫറൻസ് എന്താ പറയും? ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് അതിൻ്റെ ബ്രാക്കറ്റ് പ്രോഫിറ്റ്. ഇത്ര ആകും. മനസ്സിലായി? നമ്മൾ ആദ്യമേ ഈ അക്കൗണ്ടാണ് വരയ്ക്കുന്നെങ്കിലും ക്ലോസിന് എപ്പോഴായിരിക്കും? രണ്ടാമതായിരിക്കും. അപ്പോൾ ഇത് ക്ലോസ് ആക്കിയതിന് ശേഷമേ ഇത് ക്ലോസ് ആക്കാൻ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ കഴിഞ്ഞ വർഷം യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ സീനിയേഴ്സ് ബാച്ചിന് ഇത് 15 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇട്ട് തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതൊന്ന് ചെയ്ത് നോക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. വളരെ സിമ്പിളാണ്, ഒരു പാടില്ല. അതേപോലെ ഈ ക്വസ്റ്റ്യനകത്ത് ജേണറി പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ജേണറി പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിൻ്റെ എൻട്രീസ് മാത്രം എഴുതിയാൽ മതി. ഇതിൻ്റെ എൻട്രീസ് വേണ്ട. ഓക്കെ. അപ്പോൾ എൻട്രീസ് പോസ്റ്റ് ചെയ്യാൻ അറിയാലോ? ഒരു പാടുമില്ല. പറഞ്ഞേ. കാൺപൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ടു പെറ്റി ക്യാഷ്. കണ്ടോ? ഇതെല്ലാം ക്രെഡിറ്റ്സിൽ എമൗണ്ട് കാണിക്കണം. ഡെബിറ്റ് എത്ര കാണിക്കണം? 1,50,300 കാണിക്കണം. അടുത്തത് കാൺപൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് കോഴ്സ് സെൻറ്റർ ബ്രാഞ്ച് 3,50,000 രൂപ. പിന്നെ കാൺപൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ക്യാഷ് അക്കൗണ്ട് എത്ര രൂപ? 20,000 രൂപ. നരേഷൻ സ്റ്റോക്ക് അക്കൗണ്ടിൽ എഴുതിയാൽ മതി കേട്ടോ. ഇത് ലാസ്റ്റ് എഴുതിയാൽ മതി. ഓക്കെ. ഇവിടെ ആണെങ്കിലോ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് കാൺപൂർ ബ്രാഞ്ച് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് കാൺപൂർ ബ്രാഞ്ച് അക്കൗണ്ട്, കോഴ്സ് സെൻറ്റർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു കാൺപൂർ ബ്രാഞ്ച് അക്കൗണ്ട്. പിന്നെ ബാലൻസ് ഷീറ്റ് അറിയാലോ? പറഞ്ഞേ. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ്. ഈ എമൗണ്ട് ഡെബിറ്റ് കാണിച്ചിട്ട് ടു കാൺപൂർ ബ്രാഞ്ച് എത്ര രൂപ? 2,60,000 കാണിക്കണം. അതിനുശേഷം എന്ത് ചെയ്യും? ഇത് എഴുതണം. ഓക്കെ അല്ലേ? ഇതിൻ്റെ എൻട്രി എഴുതണ്ടെന്ന് പറയാനുള്ള കാരണം എന്താ? നമ്മൾ ഈ അക്കൗണ്ട് വരച്ചിട്ട് ഈ കിട്ടിയ എമൗണ്ട് ഉണ്ടോ? ആ എമൗണ്ട് നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റി? ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ എൻട്രി മാത്രം നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എൻട്രി വേണ്ട. ഓക്കെ അല്ലേ? വളരെ സിമ്പിളാണ്, ഒരു പാടുമില്ല. ഓക്കെ. താങ്ക് യു.